الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فاتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل صدق الله فاتبعوا ملة إبراهيم حنيفا وما كان من المشركين اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. ഏകനായ പടച്ച റബ്ബിൻ്റെ വിധിവിലൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മുത്തക്കികളായി മുഅ്മിനുകളായി അള്ളാഹുവിന് ഇഷ്ടപ്പെടും വിധം ജീവിതം ക്രമീകരിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ അവൻ ഇഷ്ടപ്പെടും വിധം അത് പാലിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബാദികളെയും ഒക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അള്ളാഹു മുസ്ലിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് നമ്മുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മാർഗം പിന്തുടരണം എന്നുള്ളത്. ആ കൽപ്പനയാണ് നമ്മളിവിടെ ഓതിക്കേട്ട ആയത്തിലുള്ളത്. അള്ളാഹു പറയുന്നു, ഖുൽ സദഖല്ലാഹ്, അള്ളാഹു സത്യമാണ് പറഞ്ഞത്. അള്ളാഹു നിങ്ങളോട് പറയുന്ന വിഷയങ്ങളിൽ യാതൊരു പൊളിയുമില്ല, കളവുമില്ല. ഫത്തബിഉ മില്ലത്ത ഇബ്രാഹിം, ഇബ്രാഹീമിൻ്റെ മില്ലത്ത് മാർഗം നിങ്ങൾ ഫോളോ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഖുത്ബയുടെ തുടക്കത്തിൽ പറഞ്ഞ ഇബ്രാഹിമി സ്വലാത്തില്ലേ, നമസ്കാരത്തിലെ ചൊല്ലുന്ന ഇബ്രാഹിമി സ്വലാത്തില്ലേ, അതിൻ്റെയൊക്കെ പേര് ഇബ്രാഹിമി സ്വലാത്ത്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രക്ഷയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഇബ്രാഹിം നബിയുടെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും രക്ഷയ്ക്കും സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കൽ നമുക്ക് ബാധ്യതയുള്ളതാണ്. നമ്മളോട് അങ്ങനെയാണ് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ നിലക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മളോട് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന, മുസ്ലിങ്ങളോട് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പാത പിന്തുടരുക എന്നുള്ളത്. ആരായിരുന്നു അദ്ദേഹം? എന്താണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം? ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അദ്ദേഹത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്? അദ്ദേഹം ഹനീഫുകളുടെ, സത്യസന്ധമായി തൗഹീദ് അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ആളുകളുടെ നേതാവായിരുന്നു. മാകാന ഇബ്രാഹിം യഹൂദിയ്യം വലാ നസ്രാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ. ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു, ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെയുണ്ട്. പക്ഷെ അദ്ദേഹം ജൂതനും ക്രിസ്ത്യാനിയൊന്നും അല്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ മക്കളിലാണ് പിന്നീട് പ്രവാചകന്മാർ വന്നത്.
ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെയും സന്താന പരമ്പരകളിലാണ് പ്രവാചകന്മാർ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ജൂത ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ആളാണോ? അല്ല. മറിച്ച് ആരാന്നറിയാം, അദ്ദേഹം വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ, അദ്ദേഹം ഹനീഫായിരുന്നു, മുസ്ലിമായിരുന്നു. എന്താണ് ഈ ഹനീഫിയത്ത് എന്താണെന്നറിയോ? വളരെ കൃത്യമായ ഋജുമാനസ്കനായ, വളവില്ലാത്ത, വക്രതയില്ലാത്ത തൗഹീദ് ഉൾക്കൊള്ളുന്ന ആളുകൾ എന്നാണ്. അതിൻ്റെ അതിൻ്റെ നേതാവായിരുന്നു എന്ന് ഒന്നും കൂടെ പറഞ്ഞു. രണ്ടാമതായി ആ ആയത്തിൽ തന്നെ സൂചിപ്പിച്ച കാര്യം, അദ്ദേഹം മുസ്ലിമായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നത്, ലോകത്ത് വന്ന മനുഷ്യരൊക്കെ അള്ളാഹുവിന് കീഴ്പ്പെടേണ്ടവരാണ്, പ്രവാചകന്മാർ മുഴുവനും മുസ്ലിങ്ങളാണ്. പക്ഷെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ എടുത്തു പറഞ്ഞപ്പോൾ പ്രത്യേകം പറയാ അദ്ദേഹം മുസ്ലിമായിരുന്നു എന്ന്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അള്ളാഹു അദ്ദേഹത്തോട് നീ മുസ്ലിമാവുക എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മറുപടിയായി പറഞ്ഞു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, പ്രപഞ്ചങ്ങളുടെ രക്ഷിതാവായ, ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിന് ഞാനിതാ മുസ്ലിമായിരിക്കുന്നു, ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു. അസ്ലമ, മുസ്ലിമുൻ എന്നൊക്കെ പറഞ്ഞാൽ കീഴൊതുങ്ങി, കീഴ്പ്പെട്ടവനെന്ന ഒരുപാട് സംഗതികളുണ്ട് മനുഷ്യൻ കീഴ്പ്പെടുന്നതായിട്ട്. ഇവിടെ അവൻ വണങ്ങേണ്ടതായിട്ട് ഒരുപാട് ആളുകളുണ്ട്, സംഗതികളുണ്ടൊക്കെ. അതിനെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പണത്തേക്കാൾ, സൗകര്യങ്ങളെക്കാൾ, മറ്റെല്ലാ സംഗതികളെക്കാളും ഒക്കെ അള്ളാഹുവിനെ തിരഞ്ഞെടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ കീഴൊതുങ്ങുന്ന ആളായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന്. മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ വിശേഷണം എന്താ അറിയോ? അദ്ദേഹം അബുൽ അംബിയാ ആയിരുന്നു. അബുൽ അംബിയാ, പ്രവാചകന്മാരുടെ പിതാവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മക്കളുടെ പേരാണ് ഇസ്ഹാഖ്, ഇസ്മായിൽ അലൈഹി വസ്സലാം. രണ്ടുപേരും പ്രവാചകന്മാരാ. ആ ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിലൂടെയാണ് പിന്നീട് എല്ലാ പ്രവാചകന്മാരും, അധിക പ്രവാചകന്മാരും വന്നത്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ ആ സന്താന പരമ്പരയിലാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നത്. അപ്പം അവിടുന്ന് ഇങ്ങോട്ടുള്ള പ്രവാചകന്മാരെ വെച്ച് നോക്കുമ്പോൾ എല്ലാ നബിമാരുടെയും ഉപ്പയാണ് അദ്ദേഹം. അതിനുശേഷം വന്ന മൂസ, ഈസ തുടങ്ങിയ പ്രവാചകന്മാരുടെയൊക്കെ അലൈഹിമുസ്സലാം അവരുടെയൊക്കെ അപ്പാപ്പയാണ്, പിതാവാണ് അദ്ദേഹം എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് ആ നിലക്കുള്ള വിശേഷണമുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷണം കൂടെ ഉണ്ട്. എന്താ അറിയോ? വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹു തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നു. എൻ്റെ അടുത്ത സുഹൃത്താ ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ട് ഇന്ന് മുതൽ ഇനി അങ്ങോട്ടുള്ള 4-5 ആഴ്ചകളിൽ നമ്മൾ പറയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ആദർശ ജീവിതവുമായി ഇന്ന്, അടുത്ത ആഴ്ചയിൽ നമുക്ക് അദ്ദേഹം പ്രഖ്യാപനം നടത്തിയ ഹജ്ജിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടത്, അതിനടുത്ത ആഴ്ചയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിനടുത്ത ആഴ്ചയിൽ ദുൽഹജ്ജ് ആദ്യത്തെ 10 പ്രവേശിക്കുമ്പോൾ ആ കുടുംബത്തെ മുഴുവനും ഓർക്കാൻ വേണ്ടി ലോകത്ത് അള്ളാഹു ആ ദിവസങ്ങളെ പ്രാധാന്യമാക്കി വെച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതും കഴിഞ്ഞാൽ പിന്നെ ബലിപെരുന്നാളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ വിഷയത്തെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ അള്ളാഹു പറയുന്നത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ കൂട്ടുകാരനായിരുന്നു എന്ന്. അപ്പം അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ, എല്ലാവരുടെയും മാതൃകാ പുരുഷനായിട്ട് മില്ലത്തുള്ള നിങ്ങൾക്ക് പിൻപറ്റാവുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ അദ്ദേഹത്തെ പിന്നെ വിശദീകരിച്ചിരിക്കുന്നത്. പരീക്ഷണങ്ങൾ നേരിടാത്തവരാരാളുടെ ജീവിതത്തിൽ? പ്രയാസങ്ങൾ വരാത്തവരാരാളുള്ളത്? ജീവിതത്തിൽ എന്തെല്ലാം തരത്തിലുള്ള പരീക്ഷണങ്ങളെ നേരിട്ട് കൊണ്ടാണ് ഓരോരുത്തരും ജീവിക്കുന്നത്. പ്രവാചകന്മാർക്കുണ്ടായിട്ടില്ലേ? സച്ചരിതരായ ആളുകൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ലേ? സാധാരണക്കാരായ ആളുകൾ എന്നുള്ളതിലേക്ക് എന്തൊക്കെ ഇബ്തിലാകളാണ്, പരീക്ഷണങ്ങളാണ് നിരന്തരം നമ്മൾ നേരിടേണ്ടി വരുന്നത്. എന്നാൽ
അബുൽ അംബിയാന്റെ പ്രവാചകന്മാരുടെ പിതാവായ ഖലീലുള്ള അള്ളാഹുവിന്റെ കൂട്ടുകാരനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നേരിടേണ്ടി വന്ന പരീക്ഷണങ്ങളെ പരിശോധിക്കുമ്പോൾ വല്ലാത്ത പരീക്ഷണങ്ങളാണ്, വല്ലാത്തൊരു സംഗതിയായിരുന്നു അവിടെ നമ്മൾ കാണുന്നത്, അല്ലേ? നമുക്കറിയാം ആ ചരിത്രങ്ങൾ, മനസ്സിലൊന്ന് ഓർമ്മിച്ചു നോക്കുക അതൊക്കെ. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, വഇദ് ഇബ്തലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ. ഇബ്രാഹിം നബിയുടെ വ്യക്തിത്വം പരിശോധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അഞ്ചാമത്തെ വിശേഷണം, അദ്ദേഹത്തെ പറ്റി പറയാൻ പറ്റാവുന്ന അഞ്ചാമത്തൊരു വിശേഷണം അമീറുൽ മുവഹിദീൻ, ഏകദൈവ വിശ്വാസികളുടെ ഇമാമായിരുന്നു, അമീറായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മുവഹിദുകളായ ആളുകളില്ലേ, ഒരു കാരണവശാലും പടച്ചവനോട് പങ്കുചേർക്കാത്ത, അള്ളാഹുവിൻ്റെ മുമ്പിൽ ആരാധനകളും അർത്ഥനകളുമൊക്കെ കൃത്യമായി അർപ്പിക്കുകയും അവനല്ലാതെ മറ്റാർക്കും തന്നെ അത് വകവെച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ അമീറായിരുന്നു, ഇമാമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് അള്ളാഹു പറഞ്ഞത്. വഇദ് ഇബ്തലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാത്തിൻ, വിവിധങ്ങളായ സംഗതികൾ കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ നമ്മൾ പരിശോധിച്ചു. കടുത്ത പരീക്ഷണമാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്, അല്ലേ? ആണ്. എന്നിട്ടോ ഫഅതമ്മഹുന്ന, എല്ലാം പൂർത്തീകരിച്ചു. ഇടക്ക് വെച്ച് വിട്ടുപോയിട്ടില്ല, എവിടെയെങ്കിലും വെച്ച് പതറിപ്പോയിട്ടില്ല, എവിടെയെങ്കിലും വെച്ച് വഴിമാറി സഞ്ചരിച്ചിട്ടില്ല. തൗഹീദ് എവിടെയെങ്കിലും മുറിച്ചു കളഞ്ഞ് പിന്നീട് ആ യാത്ര തുടർന്നിട്ടില്ല, എല്ലാം പൂർത്തീകരിക്കുകയാണ്. ഫഅതമ്മഹുന്ന, അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു, അതിൻ്റെ പൂർണ്ണമായ വിജയത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ലിന്നാസി ഇമാമ, മനുഷ്യരുടെ നേതാവാണ് നിങ്ങൾ, മനുഷ്യരുടെ നേതാവാണ് നിങ്ങൾ എന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ജനങ്ങളുടെ മുഴുവൻ നേതാവായി അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ പഠിപ്പിക്കുക. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിലുള്ള ആദർശ ദൃഢത എന്ന് പറയുന്നത് കേവലം ഒരു ചരിത്രമല്ല. നമ്മൾ ചരിത്രം കേൾക്കുകയല്ല ഇവിടെ. പിന്നെ എന്താ ചെയ്യുന്നതെന്നറിയോ? ലോകാവസാനം വരെയുള്ള വിശ്വാസികൾക്ക് മുഴുവനും പതറാതെ മുന്നോട്ട് പോകാനുള്ള ഊർജം, അതിനുള്ള ആവേശം, അതിനുള്ള ഇന്ധനം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇബ്രാഹിം നബി ഇങ്ങനെ പറയുമ്പോൾ ഒരു വ്യക്തിയാണോ, ഒറ്റക്കാണോ അദ്ദേഹം? അല്ല. അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് ഒരുപാട് സംഗതികൾ ഒന്നിച്ചു വന്നിട്ടും, ലോകം മുഴുവനും ഒന്നിച്ച് എതിർത്ത് നിന്നിട്ടും, എല്ലാറ്റിനെയും വകഞ്ഞു മാറ്റി സധൈര്യം മുന്നോട്ട് പോയ ഒരാൾ എന്നുള്ള നിലക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രിക്കീൻ എന്നാ പറഞ്ഞത്. ഇബ്രാഹിം നബി ഒരു ഉമ്മത്ത, ഒരാൾ ചെയ്തതല്ല, ഒരാൾക്ക് ചെയ്യാൻ പറ്റാവുന്നതല്ല, ഒരാൾ മാത്രം ചെയ്യേണ്ടിയിരുന്നതല്ല അദ്ദേഹം ചെയ്തത്. എല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്ത് ഒരു ലോകത്തിന് മുഴുവനും മാതൃകയായി, ലോകം മുഴുവനും അദ്ദേഹത്തെ എതിർത്ത് നിന്നപ്പോ പിതാവ് എതിർത്തു, രാജാവ് എതിർത്തു, സമൂഹം എതിർത്തു, എല്ലാ എതിർപ്പുകളും ഉണ്ടായിട്ടും അതിനെയൊക്കെ വകഞ്ഞു മാറ്റി മുന്നോട്ട് പോയ ഒരു വ്യക്തി എന്നുള്ള നിലക്കാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമെ അള്ളാഹു പഠിപ്പിക്കുന്നത്. അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ, ഒരു സമുദായമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അദ്ദേഹത്തിന് നമുക്ക് നൽകാവുന്ന ആറാമത്തെ വിശേഷണമാണത്. അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു. ഏഴാമത്തെ ഒരു വിശേഷണം അതിൽ തന്നെയുണ്ട്, ഖാനിതൻ, നന്ദിപൂർവം, ഹൃദയപൂർവം, വിനയപൂർവം ജീവിക്കുന്ന ഒരു വ്യക്തി. ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രിക്കീൻ, നന്ദി ചെയ്യുന്ന, അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തപ്പോ ശാക്കിറൻ ലി അൻഉമിഹി, തനിക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾക്ക് കൃത്യമായി നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി മുന്നോട്ട് വന്ന പ്രവാചകരായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അബുൽ അംബിയ, ഖലീലുള്ള, പ്രവാചകന്മാരുടെ പിതാവായ അള്ളാഹുവിന്റെ കൂട്ടുകാരനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ജീവിതം
അതുകൊണ്ടാണ് നമ്മളോട് അള്ളാഹു പറഞ്ഞത് ഫത്തബിഉ മില്ലത്ത് ഇബ്രാഹിം, ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ മില്ലത്ത് നമ്മൾ പിന്തുടരണം കേട്ടോ എന്ന്. രാവിലെ നമ്മൾ എഴുന്നേറ്റാല് അള്ളാഹുവിനോട് നമ്മൾ നന്ദി പറയുന്നുണ്ട് പല നിലക്കും, പ്രാർത്ഥനകളിലൂടെ, ദിക്റുകളിലൂടെ. എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന എൻ്റെ റൂഹിനെ നീ പിടിച്ചു വച്ചിട്ട് അതെനിക്ക് തിരിച്ചു നൽകിയ പടച്ചറബ്ബേ നിനക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട്, നിനക്ക് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുന്ന വിശ്വാസികൾ ഒരല്പം കൂടെ സമയം കഴിഞ്ഞാൽ, നേരം വെളുത്തു കഴിഞ്ഞാൽ അവർ പറയേണ്ട ചില വാക്കുകളുണ്ട്, അള്ളാഹുവിൻ്റെ മുമ്പിൽ ബോധിപ്പിക്കേണ്ട ചില സംഗതികളുണ്ട്, അവന്റെ മുമ്പിൽ അവർ ഉച്ചൈസ്തരം പ്രഖ്യാപിക്കേണ്ട ചില സംഗതികളുണ്ട്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചതായിട്ട്. അതെന്താണെന്നറിയോ? അസ്ബഹനാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വകലിമത്തിൽ ഇഖ്ലാസ് വദീനി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹീമ ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഒരു ഫിത്രത്തില്ലേ ഇവിടെ? ഇസ്ലാമിന്റെ ഒരു ഫിത്രത്തില്ലേ? ഇസ്ലാമിൻ്റെതായ സുഖസുന്ദരമായ സാഹചര്യങ്ങളില്ലേ? പടച്ചവൻ നമുക്ക് ഒരുക്കി തന്ന നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ, നമ്മുടെ സ്വഭാവം നന്നാക്കാൻ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ, ആ ഒഴുക്കിനനുസരിച്ച് അങ്ങനെ പോകാൻ വേണ്ടി അള്ളാഹു നമുക്ക് ഒരുക്കി തന്ന ഇസ്ലാം ദീനില്ലേ? ആ ഇസ്ലാം ദീനിൽ ഇങ്ങനെ ഒഴുകുകയല്ലേ നമ്മൾ, അതിലിങ്ങനെ പോവുകയല്ല നമ്മൾ. നമ്മൾ പറയുന്നു, പടച്ചോനെ ആ ഫിത്രത്തിൽ എനിക്കിവിടെ എഴുന്നേൽക്കാൻ സാധിച്ചിരിക്കുന്നു, ആ ഫിത്രത്തിൽ എനിക്കിവിടെ ജീവിക്കാൻ സാധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ആ വിശ്വാസി പറയേണ്ട കാര്യം എന്താണെന്നറിയോ? വദീനി നബിയിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനിലായിക്കൊണ്ട് ഞാനിതാ ഈ പ്രഭാതത്തിൽ ഇങ്ങനെ ജീവിക്കുക. അള്ളാഹുവേ, ഞാൻ നിന്നെ സാക്ഷ്യപ്പെടുത്തുന്നു, എൻ്റെ ജീവിതമെന്ന് പറയുന്നത് ഫിത്രത്തുൽ ഇസ്ലാമിലാണ്. എൻ്റെ ജീവിതമെന്ന് പറയുന്നത് ഇഖ്ലാസോട് കൂടിയാണ്. എൻ്റെ ജീവിതമെന്ന് പറയുന്നത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിലായിക്കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം കൂടെ പറയുന്നതിൽ, വഅലാ മില്ലത്തി അബീന ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. മില്ലത്ത് ഇബ്രാഹിമിലാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത്. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വരച്ച് കാണിച്ചു തന്ന, ജീവിച്ച് കാണിച്ചു തന്ന, സധൈര്യം സമൂഹത്തോട് പൊരുതി നേടിയെടുത്തു തന്ന ആ ഒരു മാർഗത്തിലാട്ടോ അള്ളാഹുവേ ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഒരു വിശ്വാസി പറയണമെന്ന ഹനീഫ, വക്രതൊന്നുമില്ല, വളവൊന്നുമില്ല. എൻ്റെ മനസ്സ് വളഞ്ഞിട്ടില്ല, എൻ്റെ ജീവിതം വക്രമല്ല, അള്ളാഹുവിന്റെ നേർക്കുള്ള ആ പാന്താവിലൂടെ സഞ്ചരിക്കുക, ഞാൻ മുസ്ലിമാണ് എന്ന് സധൈര്യം പറയുന്നു. ഖാല ഇന്നി അസ്ലംതു ലിറബ്ബിൽ ആലമീൻ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞതുപോലെ ആ കരുത്താർജിച്ച, ആ ശക്തിയാർജിച്ച ആ വാക്കുകളാ അങ്ങനെ പറയണമെന്നാണ് ഒരു വിശ്വാസി. ഇങ്ങനെ ഈ ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ആ ജീവിതചര്യകൾ മാത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്, ഉൾക്കൊള്ളാനുണ്ട്. ആ ചരിത്രങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഓരോരുത്തരും പഠിക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും, എന്താണ് ആ മില്ലത്ത്, എന്താണ് ആ മാതൃകകൾ, എന്നോട് ഫോളോ ചെയ്യാൻ പറഞ്ഞ, പിന്തുടരാൻ പറഞ്ഞ ആ മാതൃകകൾ എന്താണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ജീവിതത്തിൽ നിന്ന് എന്തൊക്കെയാണ് ഞാൻ ഉൾക്കൊള്ളേണ്ടത് എന്ന് നമ്മൾ സ്വയം ഇനിയുള്ള ദിവസങ്ങളിലായി അത് ഓർത്തെടുക്കണം. അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. ഒരു ചെറിയ തവക്കുലിൻ്റെ, ഒരു ചെറിയ പടച്ചവനിൽ ഭരമേൽപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റാവുന്ന സുന്ദരമായ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട്. അതെന്താണെന്നറിയോ? അദ്ദേഹം പറയുക, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. ഒരു വിശ്വാസിയുടെ കരുത്താണത്, ഒരു വിശ്വാസിയുടെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ അത്താണിയാണ് ഈ വാക്ക്. എന്താ അതിൻ്റെ അർത്ഥം?
ഞങ്ങൾക്ക് അല്ലാഹു മതി. ഭരമേൽപ്പിക്കാൻ അവനേക്കാൾ നല്ല ഒരു വക്കീൽ ആരാളുള്ളത്? അവനേക്കാൾ ഭംഗിയായി, അവനേക്കാൾ വളരെ ശക്തമായി ഭരമേൽപ്പിക്കാൻ സാധിക്കുന്ന ആരാളുള്ളത് എന്നുള്ള ആ വാക്കിനെ അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഖാലഹ ഇബ്രാഹിമു അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാർ. തീയിലേക്ക് എറിയപ്പെട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കുകളാണത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമെ തീയിലെറിഞ്ഞില്ലേ? ആ സമൂഹം ഒന്നിച്ച് നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചില്ലേ? പക്ഷെ അദ്ദേഹം പറഞ്ഞ ഉറച്ച വാക്കുകൾ ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. തീച്ചൂളയിലൂടെ, പ്രതിസന്ധികളുടെ തീച്ചൂളയിലൂടെ ചുറ്റും നമ്മളെ കത്തിച്ചാമ്പലാക്കാവുന്ന പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസികൾക്ക് പറയാനുള്ള കരുത്തുള്ളൊരു വാക്കാണ് ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ എന്ന്. അത് പറഞ്ഞതിൻ്റെ ഫലമെന്താ? ആ തീ അദ്ദേഹത്തിന് ഒരു പൂങ്കാവനമായി. എല്ലാം കരിച്ചു കളയുന്ന തീ അദ്ദേഹത്തിന് ഒരു പൂങ്കാവനമായി മാറുന്നു. അള്ളാഹു പറഞ്ഞത്, ഖുൽനാ യാ നാറുകുനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹീമിന് തീയെ നിന്റെ സ്വഭാവം എന്ന് പറയുന്നത് എല്ലാറ്റിനെയും കരിച്ചു കളയലാണ്, കത്തിച്ചാമ്പലാക്കലാണ്. അതിൻ്റെ ശക്തിക്കനുസരിച്ച് എല്ലാം തന്നെ അത് നിഷ്ഫലമായി പോകും, ഒന്നും അല്ലാണ്ടായി പോകും. നമ്മൾ കാണുന്നില്ലേ എത്ര സംഗതികൾ, എത്ര ഇടങ്ങളിൽ. എന്നാൽ ഇവിടെ നീ ചെയ്യേണ്ടത് എൻ്റെ സൃഷ്ടിയാണ് നീ. അപ്പം നിന്നോടുള്ള കൽപ്പന ഇബ്രാഹീമിന് ബർദൻ വസ്സലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് അത് സുന്ദരമായ തണുപ്പായി, സമാധാനമായി, ശാന്തമായി മാറണേ എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു. അങ്ങനെ സംഭവിച്ചു. മറ്റൊരു വിഷയം നമുക്കറിയില്ലേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ആ കരുത്തുള്ള തവക്കുലിൻ്റെ മാതൃകയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നൊരു സംഗതി, തൻ്റെ പിഞ്ചോമന മകനെയും അദ്ദേഹത്തിൻ്റെ ആ ഭാര്യയെയും അഥവാ കുഞ്ഞിൻ്റെ ഉമ്മയെയും വെള്ളമില്ലാത്ത, ജനങ്ങളില്ലാത്ത, ഫലങ്ങളില്ലാത്ത ഒരു രാജ്യത്ത് കൊണ്ടുപോയി ഒഴിവാക്കി വിടുന്നു. അവിടുന്ന് തിരിച്ചു പോരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ചോദിക്കുക, യാ ഇബ്രാഹിം അല്ലാഹു അമറക ബിഹാദാ? ഖാല നഅം. ഖാലത് ഇദൻ ലാ യുളയ്യുനാ. അള്ളാഹു കൽപ്പിച്ചിട്ടാണോ നിങ്ങൾ ഈ മുലകുടി പ്രായം മാറാത്ത കുഞ്ഞിനെയും എന്നെയും ആരുമില്ലാത്ത, വെള്ളമില്ലാത്ത, മനുഷ്യരൊന്നുമില്ലാത്ത, ഫലങ്ങളൊന്നുമില്ലാത്ത ഈ കൊടും മണലിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതെ എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ആ ഒരു ശക്തിയുണ്ടല്ലോ, ആ ഒരു വിശ്വാസമുണ്ടല്ലോ, ആ ഒരു തവക്കുലുണ്ടല്ലോ, ജീവിതത്തിൽ എന്നുണ്ടാകേണ്ട സംഗതിയാണ്. ഒന്നും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ പ്രദേശത്ത് അവരെ ആക്കിയിട്ട്, തൻ്റെ കുഞ്ഞിനെയും ഭാര്യയും അവിടെ ആക്കിയിട്ട് തിരിച്ചു പോകുമ്പോൾ നടത്തുന്നൊരു പ്രാർത്ഥനയുണ്ട്. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. നിന്റെ പരിശുദ്ധമായ ഭവനത്തിൻ്റെ ആ ഓരത്താണ് എൻ്റെ കുഞ്ഞിനെയും എൻ്റെ കുടുംബത്തെയും ഒഴിവാക്കി ഞാൻ തിരിച്ചു പോകുന്നത്. ഇവിടേക്ക് ആളുകളുടെ ശ്രദ്ധയുണ്ടാകണേ, ഇവിടെ ഫലങ്ങളുണ്ടാകണേ, ഇവിടെ സൗകര്യങ്ങളുണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചു പോയ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ കാലശേഷം പിന്നീട് നമ്മൾ കാണുന്നത് അവിടേക്ക് ആളുകൾ ഒഴുകുന്നതാണ്, അവിടെ സൗകര്യങ്ങൾ വരുന്നതാണ്, അവിടെ ആ ലോകത്തിൻ്റെ ശ്രദ്ധാ കേന്ദ്രമായിട്ട് പിന്നീട് മക്ക മാറുന്ന അവസ്ഥകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഈ മൂന്ന് സംഭവങ്ങൾ മതി പടച്ചവനിൽ തവക്കുൽ ചെയ്യുന്നതിൻ്റെ പ്രത്യേകതയും പ്രാധാന്യവും എന്തുമാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ബോധവാന്മാരാകാൻ. ആ നിലക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതിന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തന്ന് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഓരോരുത്തരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ.